السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ബത്നുൽ ഗായത്തി വത്തഖരീബ് ലിൽ ഇമാം അബി ഷുജാ അഹ്മദ് ബിൻ അൽ ഹുസൈൻ അൽ അസ്ഫഹാനി കിതാബിലെ കിതാബുൻ നിക്കാഹ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിക്കാഹിൻ്റെ വിധിവിലക്കുകളും മറ്റു കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് അവസാനം ത്വലാഖിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അവസാനത്തെ 2 ക്ലാസ്സിൽ നമ്മൾ ത്വലാഖിൻ്റെ വിധികൾ, ത്വലാഖിൻ്റെ എണ്ണങ്ങൾ, ത്വലാഖിൻ്റെ സുന്നി ബിദഈ എന്നുള്ള വിഭജനങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. ഇൻഷാ അല്ലാഹ് നമ്മൾ ത്വലാഖിൻ്റെ ഭാഗം കൂടി നമ്മളിന്ന് ചർച്ച ചെയ്യും. ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭാഗം കൂടി നമ്മൾ ഇന്ന് വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. ആദ്യമായിട്ട് നമ്മൾ പറയുന്നത്, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ മുമ്പ് വിശദീകരിച്ചതുമാണ്, ഒരാൾക്ക് അവകാശം 3 ത്വലാഖാണ്. ഒരു ഭർത്താവിന് ഹുറാണെങ്കിൽ 3 എണ്ണം, അബ്ദാണെങ്കിൽ 2 ത്വലാഖുമാണ് അവകാശപ്പെട്ടിട്ടുള്ളത്, അധികാരത്തിലുള്ളത്. അപ്പോൾ അയാൾക്ക് ഒരാൾ തൻ്റെ ഭാര്യയെ 1 or 2 ത്വലാഖ് ചൊല്ലിയാൽ ഇദ്ദയുടെ കാലയളവിൽ അയാൾക്ക് തിരിച്ചെടുക്കാവുന്നതാണ്. 1 ത്വലാഖ് ചൊല്ലി 3 തുഹ്റാണ് ഇദ്ദയുടെ കാലയളവ് എങ്കിൽ ആ സമയത്ത് തോന്നി ഭർത്താവിനെ, ഞാൻ വെറുതെ ചൊല്ലിയതല്ലേ, തിരിച്ചെടുത്താലോ എന്ന് അയാൾക്ക് മനം മാറ്റം വരികയും റജഅതുക്കി തിരിച്ചെടുക്കുകയും ചെയ്തു. ഒരു കുഴപ്പമില്ല, അയാൾ ആ പെണ്ണ് നേരെ ഭാര്യയായിട്ട് മാറും, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെയാണ് 2 ത്വലാഖ് ചൊല്ലിയാലും. 2 ത്വലാഖ് ചൊല്ലി ത്വലാഖ് ഇസ്നത്തൈനി തത്ലീഖത്തൈനി അല്ലെങ്കിൽ ഇസ്നത്തൈനി എന്ന് പറഞ്ഞിട്ട് 2 ത്വലാഖ് ചൊല്ലി സ്ത്രീ ഇദ്ദയിലായിരുന്നു. അതിൻ്റെ കാലയളവിൽ അയാൾ റജഅതുക്കി തിരിച്ചെടുത്തു, തിരിച്ച് ഭാര്യയായി മാറും. പക്ഷേ എത്ര ഉണ്ടാവുള്ളൂ? ഇനി അയാൾക്ക് ബാക്കിയുള്ള ത്വലാഖേ അധികാരത്തിലുണ്ടാവുള്ളൂ. അയാൾ അധികാരത്തിൽ 2 ത്വലാഖ് ചൊല്ലിയിട്ടാണ് അയാൾ സ്ത്രീയെ തിരിച്ചെടുത്തതെങ്കിൽ ഇനി അയാൾക്ക് അവകാശപ്പെട്ടിട്ട് അല്ലെങ്കിൽ അധികാരത്തിൽ 1 ത്വലാഖേ ഉണ്ടാവുള്ളൂ, 3 എണ്ണം ഉണ്ടാവില്ല എന്നർത്ഥം. 1 ചൊല്ലിട്ടുള്ളെങ്കിൽ 2 എണ്ണം ഉണ്ടാവുള്ളൂ തൻ്റെ അധികാരത്തിൽ. ഓക്കെ, അപ്പോൾ പിന്നെ ഒന്നുകൂടി ചൊല്ലിയാൽ കഴിഞ്ഞു, അതോടെ കഴിഞ്ഞു. അപ്പോൾ ഇദ്ദൻ്റെ കാലയളവ് തിരിച്ചെടുത്താൽ ഇങ്ങനെ. ഇനി ഇദ്ദൻ്റെ കാലയളവ് കഴിഞ്ഞാലോ 1 ത്വലാഖ് ചൊല്ലി അല്ലെങ്കിൽ 2 ത്വലാഖ് ചൊല്ലി ഇദ്ദൻ്റെ കാലയളവ് കഴിയുകയും ചെയ്തു എങ്കിൽ എന്താ അവസ്ഥ? അയാൾക്ക് തിരിച്ചെടുക്കാം, പക്ഷേ പുതിയ ഇടപാട് നടത്തണം. സാധാരണ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോൾ നിക്കാഹ് നടത്തണ്ടേ? അതുപോലെ പുതിയ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് പോലെ ഇയാൾ പുതിയ നിക്കാഹ് നടത്തി അതിന് മഹർ കൊടുത്ത് അയാൾ തൻ്റെ ഭാര്യയെ തിരിച്ചെടുക്കണം. അതേസമയം അയാൾക്ക് എത്ര അവകാശപ്പെട്ടതുണ്ടാവുള്ളൂ? ഇനി ത്വലാഖ് എത്ര അവകാശപ്പെട്ടിട്ടുണ്ടാവുള്ളൂ? ഇനി ബാക്കിയുള്ളത് അവകാശപ്പെടുള്ളൂ. 2 ത്വലാഖ് ചൊല്ലിക്കണമെങ്കിൽ ഇനി 1 ഉണ്ടാവുള്ളൂ. 1 ത്വലാഖ് ചൊല്ലിട്ടുള്ളൂ എങ്കിൽ ഇനി 2 എണ്ണം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളത് ഇയാളെ അവകാശത്തിൽ അല്ലെങ്കിൽ അർഹതയിൽ ഉണ്ടാവുള്ളൂ എന്നർത്ഥം. മനസ്സിലായല്ലോ? 1 or 2 ത്വലാഖ് ചൊല്ലി അതിൻ്റെ ഇദ്ദയുടെ സമയത്ത് തിരിച്ചെടുക്കുന്നതിനെ കുറിച്ചും ഇദ്ദ കഴിഞ്ഞിട്ട് തിരിച്ചെടുക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. وإذا طلق امرأته واحدة أو اثنتين فله مراجعتها ما لم تنقض عدتها. وإذا طلق ഒരാൾ ത്വലാഖ് ചൊല്ലിയാൽ, ഇംറഅതഹു തൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലിയാൽ, വാഹിദത്തൻ 1 ത്വലാഖ് ചൊല്ലി, അവ ഇസ്നത്തൈനി അല്ല 2 ത്വലാഖ് ചൊല്ലി എങ്കിൽ ഫലഹു അപ്പോൾ ഇവനുണ്ട്, ഈ ഭർത്താവിനുണ്ട്, മുറാജഅതുഹ അവളെ തിരിച്ചെടുക്കലുണ്ട്, മാലം തൻഖളി ഇദ്ദതുഹ അവളുടെ ഇദ്ദ കഴിയാത്ത കാലത്തോളം. ഖലായഖലി അവിടെ നിന്നത് ഖലായഖലി കഴിഞ്ഞിട്ടില്ല, കഴിയാത്ത കാലത്തോളം. ഇദ്ദതുഹ അവളുടെ ഇദ്ദ 3 ശുദ്ധിയുടെ കാലയളവാണ് അവിടെ ഇരിക്കുക. അത് കഴിയാത്ത കാലത്തോളം ആളെ തിരിച്ചെടുക്കാം. ഫഇദൻഖലത ഇദ്ദതുഹ അപ്പോൾ അവളെ ഇദ്ദൻ്റെ കാലയളവ് കഴിഞ്ഞാലോ ഹല്ല ലഹു നിക്കാഹുഹാ ബിഅഖദിൻ ജദീദിൻ, ഇവന് ഹലാലാണ്, ജായിസാണ്. നിക്കാഹുഹ ഇവളെ വിവാഹം ചെയ്യൽ ബിഅഖദിൻ ജദീദിൻ പുതിയൊരു ഇടപാട് കൊണ്ട് വിവാഹം ചെയ്യാം. തൽക്കന്ന് ഒരു ഇടപാടൊക്കെ നടത്തിക്കൊണ്ട് അങ്ങനെ വിവാഹം ചെയ്യാം.
അങ്ങനെ വിവാഹം ചെയ്താലോ വതകൂനു ഇവളാകും മഅഹു ഈ ഭർത്താവിൻ്റെ കൂടെ അലാമ ഒന്നിൻ്റെ മേൽ ബഖിയ ശേഷിച്ചിരിക്കുന്നു മിന ത്വലാഖ് ത്വലാഖിൽ നിന്ന്. അപ്പോൾ ത്വലാഖിൽ നിന്ന് ഇനി എത്രയാണോ ബാക്കിയായത് അതിൻ്റെ മേലിലായിരിക്കും ഇവൻ്റെ ഒപ്പം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ 2 ത്വലാഖാണ് ചൊല്ലിയതെങ്കിൽ ഇനി ഒരു ത്വലാഖ് ശേഷിക്കുള്ളൂ. വതകൂനു മഅഹു ഇവൾ ഭർത്താവിൻ്റെ കൂടെ അലാമ ബഖിയ മിന ത്വലാഖ് ത്വലാഖിൽ നിന്ന് ശേഷിക്കുന്നതിൻ്റെ മേലാകും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ 1 കഴിഞ്ഞാലും 2 കഴിഞ്ഞാലും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. 2 ത്വലാഖിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. ഇനി 3 ത്വലാഖ് ഇല്ലല്ലോ. ഇനി അതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. ഒരാൾ ത്വല്ലഖ്തുകി സലാസ, ഞാൻ എന്നെ 3 ത്വലാഖും ചൊല്ലി എന്ന് പറഞ്ഞാണ്ട് വേർപിരിച്ചു എങ്കിൽ ഇനി അയാൾക്ക് തിരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ 5 നിബന്ധന ഉണ്ട്. എന്ന് പറഞ്ഞാലേ 5 ത്വല്ലഖ്തുകി സലാസൻ 3 ത്വലാഖ് ചൊല്ലി, പിന്നെയാണ് ഇയാൾക്ക് തോന്നുന്നത് വേണ്ടിയിരുന്നില്ല, തിരിച്ചെടുക്കായിരുന്നു, അല്ലെങ്കിൽ ത്വലാഖ് ചൊല്ലേണ്ടിയിരുന്നില്ല എന്ന് അയാൾക്ക് തോന്നിയാൽ അയാൾക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല. നേരത്തെ ആലോചിക്കണ്ടേ, ത്വലാഖ് ചൊല്ലുമ്പോൾ ആലോചിക്കണ്ടേ എങ്ങനെയാണ്, എപ്പോഴാണ്, എത്രയാണ് ഞാൻ ത്വലാഖ് ചൊല്ലേണ്ടതെന്ന്. അപ്പം ചിന്തിക്കാത്ത കാരണത്താൽ അങ്ങനെ ഇങ്ങനെയൊന്നും ഇനി ആ സ്ത്രീയെ തിരിച്ചു കിട്ടിയില്ല. ഇനി ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇയാൾ വിവാഹം ചെയ്തു അല്ലേ, ഇയാൾ ത്വലാഖ് ചൊല്ലി, ആ ത്വലാഖിൻ്റെ ഇദ്ദ കഴിയണം. ഇദ്ദ കഴിയണം. ഇദ്ദ കഴിഞ്ഞിട്ട് ഈ സ്ത്രീ മറ്റൊരാളുമായിട്ട് വിവാഹത്തിൽ ഏർപ്പെടണം. ഈ സ്ത്രീയെ വേറൊരാൾ വിവാഹം ചെയ്യണം. വിവാഹം ചെയ്താൽ മതിയോ? ഇല്ല, വിവാഹം ചെയ്താൽ പോരാ, അയാളുമായിട്ട് ബന്ധപ്പെടണം. ശരിക്കും ജിമാഅ് അത് നടക്കണം, ബന്ധപ്പെടണം. ബന്ധപ്പെട്ടിട്ട് അയാൾ ഈ സ്ത്രീയെ ത്വലാഖ് ചൊല്ലണം. ത്വലാഖ് ചൊല്ലിയതിന് ശേഷം അവളുടെ ഇദ്ദ തീരണം. എന്നാൽ ആദ്യത്തെ ഭർത്താവിന് അവളെ പുതിയ ഇടപാട് കൊണ്ട് വീണ്ടും വിവാഹം ചെയ്യാവുന്നതാണ്. അല്ലാതെ അങ്ങനെ ഇങ്ങനെയൊന്നും കിട്ടൂല. ഇവിടൊക്കെ അടുത്ത വിവാഹം കഴിക്കുമ്പോഴൊക്കെ ഇവിടെ സമ്മതം പ്രധാനമാണ് കേട്ടോ. നമ്മൾ പറഞ്ഞിരിക്കണം നേരത്തെ, സയ്യിബാണെങ്കിൽ കന്യക സ്ത്രീ അല്ലെങ്കിൽ അവളുടെ സമ്മതം വേണമെന്നുള്ള രൂപങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിരിക്കണം, അതൊക്കെ ഇവിടെ പ്രധാനമാണ്. അപ്പോൾ ഇവളെ ഇദ്ദ കഴിഞ്ഞു, ആദ്യത്തെ ഇയാളെ ഫസ്റ്റത്തെ ഭർത്താവിൽ നിന്നുള്ള ഇദ്ദ കഴിഞ്ഞു, എന്നിട്ട് അടുത്തൊരു ഭർത്താവുമായിട്ട് സ്ത്രീ വിവാഹം ചെയ്തു, അയാളുമായിട്ട് ബന്ധപ്പെട്ടു, അയാൾ ത്വലാഖ് ചൊല്ലി, എന്നിട്ട് ആ ത്വലാഖിൻ്റെ ഇദ്ദ കഴിഞ്ഞു ശേഷം ഇയാളുമായിട്ട് പുതിയ ഇടപാടിലൂടെ വിവാഹം ചെയ്യാവുന്നതാണ്. ഇത്രയൊക്കെ നിബന്ധന ഉണ്ട്, കടമകൾ കിടക്കണം. ഇത് ത്വല്ലഖഹ, ഇവൻ അവളെ ത്വലാഖ് ചൊല്ലിയാൽ, തലാസൻ 3 ത്വലാഖും ചൊല്ലിയാൽ, ലം തഹില്ല ഹലാലാവുകയില്ല, അവൾ ഹലാലാവുകയില്ല, ഇല്ലാ ബഅദ വുജൂദി 5 ശറാഇത്ത് 5 നിബന്ധനകൾക്ക് ശേഷമല്ലാതെ. 5 നിബന്ധനകൾ കഴിഞ്ഞിട്ടേ ഇനി അവളോടുള്ള ബന്ധം സ്ഥാപിക്കാൻ പറ്റുള്ളൂ. 1 ഇൻഖിളാഉ ഇദ്ദത്തിഹാ മിൻഹു, ഇയാളിൽ നിന്നുള്ള ഇവളുടെ ഇദ്ദ തീരുക, ഇയാൾ ത്വലാഖിൻ്റെ പേരിലുള്ള ഇദ്ദ തീരുക. വ തസ്വീജുഹ, ഇവളെ വിവാഹം ചെയ്യിക്കുക, കല്യാണം കഴിപ്പിക്കുക, ബി ഗൈരിഹി, ഇയാളല്ലാത്ത വേറൊരാളെ കൊണ്ട്, അത് ഇയാളുടെ ഈ സ്ത്രീയുടെ രക്ഷിതാവ് ഉപ്പ ആരാച്ചാൽ വിവാഹം ചെയ്തിട്ട്. വ ദുഖൂലുഹു, അയാൾ ദുഖൂല് നടത്തുക, ബിഹ ഇവളെ കൊണ്ട് പറഞ്ഞാൽ സംയോഗം ചെയ്യുക അല്ലെങ്കിൽ ബന്ധപ്പെടുക. വ ഇസ്വാബത്തുഹ, ആ ഇടപാട് ആ ബന്ധപ്പെടൽ ശരിയാവുകയും ചെയ്യാം, നല്ല നിലക്ക് ബന്ധം ഉണ്ടാവണം എന്നർത്ഥം. വ ബൈനൂനതുഹ, ഇവൾ വേർപിരിയുക, മിൻഹു അവളിൽ നിന്ന്, ഈ ഭർത്താവിൽ നിന്ന്. എന്നിട്ട് എന്ന് പറഞ്ഞാൽ ഈ ഭർത്താവ് അയാളെ ഈ സ്ത്രീയെ ത്വലാഖ് ചൊല്ലിയിട്ട് അങ്ങനെ വേർപിരിയുക. വൻഖിളാഉ ഇദ്ദത്തിഹ, ഇവളുടെ ഇദ്ദ തീരുക, മിൻഹു അയാളിൽ നിന്ന്, രണ്ടാമത്തെ ഭർത്താവിൽ നിന്നുള്ള ഇദ്ദയും തീരണം. ഇങ്ങനെ ഈ 5 നിബന്ധനകളും കഴിഞ്ഞാലേ ഇയാൾക്ക് ഫസ്റ്റത്തെ ഭർത്താവിന് ഇവളുമായിട്ട് ഇനി ബന്ധം സ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ എന്നർത്ഥം. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇതാണ് ത്വലാഖുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഈലാ എന്നുള്ളൊരു വിഷയത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാം. സ്ത്രീയുമായിട്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ വേർപിരിയുന്ന അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത്
നിർബന്ധമായിട്ടും ചിലപ്പോൾ ചില അത്യാവശ്യ ഘട്ടങ്ങൾ വരും അല്ലേ, ത്വലാഖ് ചൊല്ലേണ്ട ആ സമയത്ത് ചെല്ലേണ്ടിയും വരും. അതുകൊണ്ടാണ് ഇസ്ലാം അങ്ങനെ ഹലാലാക്കി തന്നത്. കാരണം ഒരു നീണ്ട കാലത്തേക്കുള്ള ജീവിതമാണ്, അത് യഥാർത്ഥ രീതിയിൽ നടന്നുകൊണ്ട് പോകണം. ഈല എന്ന് പറഞ്ഞാൽ ഇത് ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ചർച്ച ചെയ്യും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഒരാൾ സത്യം ചെയ്യുക, ഒരു ഭർത്താവ് സത്യം ചെയ്തു, തൻ്റെ ഭാര്യയോട് പറഞ്ഞു, നിന്നെ ഞാൻ ഒരിക്കലും എന്താക്കൂല, വിവാഹം ബന്ധപ്പെടൂല, ജിമാ ചെയ്യൂല, അല്ലെങ്കിൽ ബന്ധപ്പെടൂല എന്ന് ഒരാൾ സത്യം ചെയ്ത് പറഞ്ഞു. അല്ലെങ്കിൽ 4 മാസത്തേക്കാൾ കൂടുതൽ ഒരു 5 മാസം എന്നെ ഞാൻ ഇനി അടുക്കില്ല, 6 മാസം എൻ്റെ അടുത്തേക്ക് അടുക്കില്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരിക്കലും ബന്ധപ്പെടൂല എന്ന് പറഞ്ഞു. ഇത് വല്ലാത്തൊരവസ്ഥയാണ്. ത്വലാഖ് ചൊല്ലിക്കണോ? ഇല്ല, ത്വലാഖ് ചൊല്ലിയിട്ടില്ല. ത്വലാഖ് ചൊല്ലിക്കണമെങ്കിൽ ഈ സ്ത്രീക്ക് വേറെ പോവായിരുന്നു, അത് ചൊല്ലിയിട്ടില്ല. എന്നാൽ ത്വലാഖ് ചൊല്ലിയിട്ടില്ലെങ്കിൽ പിന്നെ ഇയാളുമായിട്ട് ബന്ധപ്പെടണം, അത് നടക്കണമില്ല. അപ്പോൾ ഈ ആകെ കുടുങ്ങി നിൽക്കുകയാണ്. ഇതാണ് ഈല എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ സത്യം ചെയ്യലാണ് ഈല. അപ്പോൾ ഇത് ജാഹിലിയ കാലത്തൊക്കെ നിലനിന്നിരുന്ന ഈ ഒരു ആചാരം, അപ്പോൾ അതൊരു അങ്ങനത്തെ ഒരു ത്വലാഖായിട്ടാണ് പരിഗണിച്ചിരുന്നത് അവരൊക്കെ. അപ്പോൾ നമ്മൾ എന്താണ് അതിൽ ചെയ്യണത്? അങ്ങനെ ഒരാൾ സത്യം ചെയ്താൽ ഇനി ഞാൻ ഒരിക്കലും ബന്ധപ്പെടില്ല എന്ന് പറഞ്ഞാൽ പെണ്ണിനെന്തെങ്കിലും, പെണ്ണിന് അവകാശം വേണ്ടേ? കാളി ഇടപെടും അവിടെ. കാളി അയാളോട് പറയും, ഭർത്താവിനോട് പറയും, 4 മാസം അയാൾക്ക് അവധി കൊടുക്കും. 4 മാസമായിട്ടും ഇയാൾ തൻ്റെ സത്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അയാളോട് പറയും, ഒന്നുകിൽ അവളെ നീ ഇപ്പം ത്വലാഖൊല്ലണം, ത്വലാഖില് പെണ്ണിന് വേറെ സ്വതന്ത്രമായി പോകായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ സത്യത്തിൽ നിന്ന് നീ മടങ്ങണം, സ്ത്രീയുമായിട്ട് ബന്ധപ്പെടണം. ഈ രണ്ടിലേതെങ്കിലും ഒരു ചോയ്സ് നിർബന്ധമായും തിരഞ്ഞെടുക്കണമെന്ന് കാളി അയാളോട് പറയും. ഓക്കെ, അപ്പോൾ അയാളൊന്ന് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ കാളി ത്വലാഖൊല്ലും, അയാൾക്ക് വേണ്ടി കാളി ത്വലാഖ് ചൊല്ലും, ഈ സ്ത്രീയെ അങ്ങനെ സ്വതന്ത്രയാക്കും. ഇതാണ് നമ്മൾക്ക് ചർച്ച ചെയ്യാനുള്ളത്. അതാണ് ഈല എന്ന് പറയാം. ശ്രദ്ധിക്കുക, ഇദാ ഹലഫ അല്ലാ യത്വഅ സൗജതഹു മുത്ലഖൻ ഔ മുദ്ദതൻ തസീദു അലാ 4 അശ്ഹുരിൻ ഫഹുവ മൂലിൻ. എന്താണ് ഈല? ആരാണ് ഈ ഈല നടത്തുന്ന ആൾ എന്നാണ് പറയണത്. ഇദാ ഹലഫ, ഒരാൾ സത്യം ചെയ്താൽ, അല്ലാ യത്വഅ സൗജതഹു, തൻ്റെ ഭാര്യയുമായിട്ട് ബന്ധപ്പെടാതിരിക്കാൻ സത്യം ചെയ്തു, ഞാൻ ബന്ധപ്പെടില്ലെന്ന് സത്യം ചെയ്തു പറഞ്ഞു. മുത്ലഖൻ, ഒന്നുകിൽ നിരുപാധികം, അയാൾ പറഞ്ഞു ഞാൻ ഒരിക്കലും ബന്ധപ്പെടില്ല എന്നുള്ള രൂപത്തിൽ മാത്രം, ഇത്ര കാലം അങ്ങനെ പറയേണ്ടതൊന്നുമില്ല. അല്ലെങ്കിൽ ഔ മുദ്ദത്തൻ, അല്ലെങ്കിൽ ഒരു കാലയളവ്, തസീദു അല 4 അശ്ഹുരിൻ, 4 മാസത്തിനേക്കാൾ അപ്പുറമുള്ള ഒരു കാലയളവ് ബന്ധപ്പെടില്ല എന്ന് സത്യം ചെയ്താൽ ഫഹുവ മൂലിൻ, ഓനാണ് ഈലാ നടത്തിയ ആൾ. ഔലാ യൂലി അല്ലേ, അതിൻ്റെ ഇസ്മു വഫായിലാണ് മൂലിൻ. അപ്പോൾ അവനാണ് ഈലാ നടത്തിയവൻ. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഓയു അജ്ജലുലഹു, അവന് പിന്തിപ്പിക്കപ്പെടും, അല്ലെങ്കിൽ അവനക്ക് അജല് നൽകപ്പെടും, ഡേറ്റ് കൊടുക്കപ്പെടും. ഇൻ സഅലത്ത് ദാലിക, അവൾ ആവശ്യപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ അയാൾ, ഈ സ്ത്രീയാണല്ലോ ഭാര്യയാണല്ലോ അത് ആവശ്യപ്പെടുക, അല്ലെങ്കിൽ കാലിൻ്റെ അടുത്ത് ബോധിപ്പിക്കുക. 4 അശ്ഹുരിൻ, 4 മാസം അയാൾക്ക് അവധി കൊടുക്കും. അങ്ങനെ 4 മാസമായാൽ അയാളോട് ഖാദി സുമ്മ യുഖയ്യറു ബൈനൽ ഫൈഅത്തി വത്തക്ഫീരി വത്വലാഖി. ഇവിടെ ശ്രദ്ധിക്കണം, ഫൈഅത്ത് തക്ഫീർ എന്നുള്ളത് ഒന്നാണ്, ത്വലാഖ് എന്നുള്ളത് മറ്റൊന്ന്. അവനക്ക് 2 ചോയ്സാണ് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നുകിൽ ഫൈഅത്ത് പറഞ്ഞാൽ മടങ്ങുക എന്ന് പറഞ്ഞാൽ ഭാര്യയായിട്ട് സ്വീകരിക്കുക. ഫൈഅത്ത് അങ്ങനെ മടങ്ങുക എന്നുള്ളൊരു ഓപ്ഷൻ. മടങ്ങുമ്പോൾ പിന്നെ എന്ത് വേണ്ടി വരും എന്നറിയോ? തക്ഫീർ പറഞ്ഞാൽ കഫാറത്ത്. നമ്മൾ ഇവിടെ നോമ്പിൻ്റെ ഇടയ്ക്ക് പഠിച്ചിട്ടുണ്ട് അല്ലേ, കഫാറത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇയാൾ സത്യം ചെയ്ത് പറഞ്ഞതാണ്. സത്യം ചെയ്ത് പറഞ്ഞാൽ, ഒരാൾ ഒരു കാര്യം സത്യം ചെയ്ത് പറഞ്ഞാൽ അത് പൊളിച്ചാൽ എന്ത് വേണ്ടി വരും? അതിന് കഫാറത്ത് കൊടുക്കേണ്ടി വരും. അതിനുള്ള പകരം ഒരു അള്ളാഹുവിനെ മുൻനിർത്തിക്കാണ്ട് ഒരു സത്യം ചെയ്ത് പറഞ്ഞതാണ്, അത് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് കഫാറത്ത് കൊടുക്കേണ്ടി വരും. അതിൻ്റെ പകരം നമ്മൾ ഒരു കർമ്മം ചെയ്യേണ്ടി വരും. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ദീത്വാ മാഷറത്തി മസാക്കിൻ, 10 മിസ്കിന്മാർക്ക് ഭക്ഷണം നൽകുക, അല്ലെങ്കിൽ അവർക്ക് വസ്ത്രം നൽകുക, അല്ലെങ്കിൽ അടിമയെ മോചിപ്പിക്കുക, എന്താ ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് പിന്നീട് സംസാരിക്കാനുള്ള ഒരു കാര്യം കൂടിയാണത്. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ അയാൾ ആ സത്യത്തിൽ നിന്ന് മടങ്ങുക, ഭാര്യയായിട്ട് സ്വീകരിക്കുക. അങ്ങനെ സത്യത്തിൽ നിന്ന് മടങ്ങി എന്നുള്ളത് കാരണത്താൽ അയാൾ എന്ത് കൊടുക്കേണ്ടി വരും? തക്ഫീർ, കഫാറത്ത് കൊടുക്കേണ്ടി വരും. വത്വലാഖി, മറ്റൊരു ചോയ്സുള്ളത് വത്വലാഖി, ത്വലാഖും അംബിയ,
ഭാര്യ തലാഖല്ല, അപ്പോൾ വേർപിരിഞ്ഞു. ഓക്കെ, അപ്പോൾ പിന്നെ സത്യത്തിൽ മടങ്ങിയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അയാൾക്ക് തലാഖ് ചൊല്ലിയ ഭാര്യയെ പൂർണ്ണമായിട്ടും വേർപിരിയാം. ഇങ്ങനെ 2 ഓപ്ഷൻ, ഒന്നുകിൽ ഫയ്യത്തും തക്ഫീറും അല്ലെങ്കിൽ ത്വലാഖ്, ഇങ്ങനെ 2 ഓപ്ഷനാണ് ഉള്ളത്. ഫഇദം തന, അവൻ അത് ചെയ്തിട്ടില്ലെങ്കിലോ, അവൻ മുംതനയായാൽ ത്വല്ലഖ അലൈഹിൽ ഹാക്കിമു, അവൻ്റെ മേൽ ഹാക്കിമ് ത്വലാഖ് ചൊല്ലും എന്ന് പറഞ്ഞാൽ അവൻ്റെ പകരം ഹാക്കിമ് ത്വലാഖ് ചൊല്ലും. ത്വല്ലഖ അലൈഹി, അവൻ്റെ മേൽ ത്വലാഖ് ചൊല്ലും, അല്ലെങ്കിൽ അവന് വേണ്ടി ത്വലാഖ് ചൊല്ലും. അല്ല ഹാക്കിമു. പിന്നെ അവനക്ക് ഭാര്യനെ കിട്ടുമോ? കിട്ടൂല. അവൾക്ക് ഉള്ള അവകാശം ഹാക്കിമിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുമെന്നർത്ഥം. മനസ്സിലായല്ലോ? ഇതാണ് ഈലാ. അപ്പോൾ ത്വലാഖിൻ്റെ ഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഈലാഇൻ്റെ ഹുക്മ് എന്താണ്, ഈലാ നടത്തിയാലുള്ള ഹുക്മ് എന്നും ചർച്ച ചെയ്ത് കഴിഞ്ഞു. ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈറ, വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.